എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ചിക്കൻ കറിയല്ല കേട്ടോ, ഇത് കോളിഫ്ലവർ വെച്ച് അടിപൊളി ടേസ്റ്റി നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തി, അപ്പം, പൊറോട്ട, കുബൂസ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കറിയാട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടി ഞാൻ ഒരു മീഡിയം കോളിഫ്ലവർ ഈ രീതിയിൽ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒത്തിരി വലിയ പീസല്ല, എന്നാൽ ഒത്തിരി ചെറിയ പീസും അല്ല, ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലതായിട്ട് വെള്ളത്തിൽ ഞാൻ കഴുകി വെച്ചിരുന്നു. എന്നിട്ട് വെള്ളം പോകാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ചധികം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം നല്ലതായിട്ടൊന്ന് തിളച്ച് വരണം. തിളയ്ക്കാൻ തുടങ്ങുന്ന ടൈം ആകുമ്പം ഈ കോളിഫ്ലവറിന് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഉണ്ടല്ലോ, അതങ്ങ് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. പതുക്കെ താത്തിട്ട് കൊടുക്കണേ, വെള്ളം കൈ തെറിക്കല്ലേ. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പം തീ അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിനൊരു 5 മിനിറ്റ് അടച്ച് വെക്കാം. 5 മിനിറ്റ് ആകുമ്പോൾ ഇതിൽ ചെറിയ കീടങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ അതങ്ങ് ചത്തുപോകും. എന്നിട്ട് അതിനെ ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്തിട്ട് തണുക്കാനായിട്ട് അത് മാറ്റി വെക്കുക. അത് തണുത്ത് വരുന്ന സമയത്തേക്ക് നമുക്കൊരു മസാല ഇവിടെ റെഡിയാക്കിയെടുക്കണം. കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ആദ്യം നമ്മൾ കോളിഫ്ലവർ വെള്ളത്തിൽ ഉപ്പിട്ടിരുന്നു, അതുകൊണ്ട് നോക്കി മാത്രം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കൊണ്ടിട്ട് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ തണുക്കാനായിട്ട് വെച്ച കോളിഫ്ലവർ ഉണ്ടല്ലോ, ആ കോളിഫ്ലവർ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയൊക്കെ ഈ കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ആവത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അന്നേരം ഇത് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. കയ്യിലോട്ട് ശകലം വെള്ളം എടുക്കുക, അതൊന്ന് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ കൈ കൊണ്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്യുക. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടച്ച് ഒരു 10 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് സവാളയൊക്കെ അരിഞ്ഞെടുക്കാം. ഞാനിവിടെ 2 മീഡിയം സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഈ രീതിയിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒത്തിരി കട്ടി കുറച്ച് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല, ഈ രീതിയിൽ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. ഒരു 6 അല്ലി വെളുത്തുള്ളി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒത്തിരി ചെറുതായിട്ടല്ല കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ചെറിയൊരു കഷ്ണം ഇഞ്ചി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനെ അങ്ങ് മാറ്റി വെക്കുക. ഇതിലേക്ക് നമുക്കൊരു സ്പൈസസ് റെഡിയാക്കി വെക്കണം. അതിനുവേണ്ടി 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുക. പച്ച കളർ ജീരകമില്ല, അതാണ്. 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. 4 ഏലക്കയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ചെറിയൊരു കഷ്ണം പട്ടയായിരുന്നു, ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തതാണ്, അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു ബേ ലീഫും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഒത്തിരി വലുതല്ല, മീഡിയം ടൈപ്പാണ്. അത് രണ്ടായിട്ട് മുറിച്ചത് അത് ഇട്ട് കൊടുക്കുക. അതങ്ങ് മാറ്റി വെക്കാം. ഇവിടെ ഞാൻ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുന്ന സമയത്തേക്ക് കോളിഫ്ലവർ നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതങ്ങ് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. എന്നുകൊണ്ട് ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. എന്നാലും എൻ്റെ മുകൾ ഭാഗമൊക്കെ ഇങ്ങനെ ഫ്രൈ ആയി വരുന്ന രീതിയിൽ, ആ രീതിയിൽ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് ഇതങ്ങ് മാറ്റി വെക്കുക. ഇവിടെ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു പാനാണെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അത് വലിപ്പമുള്ളതാണെങ്കിൽ അത് തന്നെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിരുന്നു. നമ്മൾ എടുത്ത് വെച്ച സ്പൈസസ് ഉണ്ടല്ലോ, അതങ്ങ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഫ്രൈ ആയി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതുണ്ടല്ലോ, ഇതങ്ങ് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഇതിനെ പകുതി വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പകുതി വരെ ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 20 ക്യാഷ്നട്ട് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. അതുപോലെ ചെറിയ 2 തക്കാളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, ആ തക്കാളിയും കൂടെ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ തക്കാളിയാണ്, ഒരു തക്കാളി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് നിങ്ങളിതിനൊന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ച് കഴിഞ്ഞ് ഇതിനെ വഴറ്റിയെടുത്താലും മതി കേട്ടോ. തക്കാളിയൊക്കെ നല്ല രീതിയിൽ ഒന്ന് ഉടഞ്ഞു വരണം, സോഫ്റ്റായി വരണം. ആ ഒരു പരുവം വരെ അതിന് വഴറ്റിയെടുക്കുക. ഇത് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്യുക. ഒരു പാത്രത്തിലോട്ട് ഇത് നിരത്തി വെക്കാം. തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഇതിനെ നല്ല രീതിയിൽ അരച്ചെടുത്ത് മാറ്റി വെക്കുക. ഉള്ളിയൊക്കെ വഴറ്റിയെടുത്ത ആ ഒരു പാത്രം ഉണ്ടല്ലോ, ആ സെയിം പാത്രം തന്നെ പിന്നെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂൺ നല്ല ജീരകം ഉണ്ടല്ലോ, കുമിൻ സീഡ്, അത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഫ്രൈ ആയി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് ഉണ്ടല്ലോ, അതങ്ങ് ഇതിലോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതിനെ ഇളക്കി കൊടുക്കുക. തീ സമയത്ത് മീഡിയത്തിലിട്ട് കൊടുക്കുക കേട്ടോ. ഇത് നല്ലതായിട്ടൊന്ന് തിളച്ച് വരണം. 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട്. നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിന് വേണ്ടി നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ഇട്ട് കൊടുത്തില്ലായിരുന്നല്ലോ. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൽ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് നല്ല രീതിയിൽ നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം.
നല്ല രീതിയിൽ ഇളക്കിയെടുക്കാമെന്ന് പറഞ്ഞാൽ ഇതിലെ പച്ച സ്മെല്ല് നല്ലതായിട്ട് ഈ പൊടികളുടെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ ഈ പൊടികളൊക്കെ സെപ്പറേറ്റ് നമ്മൾ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ തന്നെ ഇട്ട് നമ്മൾ കുറച്ച് നേരം വഴറ്റി കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ നല്ലതായിട്ട് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ 1 മിനിറ്റോളം ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. മസാലയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പം ഇതിലോട്ട് മിക്സി കഴുകിയെടുത്ത 1 ഗ്ലാസ് വെള്ളം കൂടെ ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ശകലം ഉപ്പുകൂടി ഇട്ട് കൊടുക്കണേ. ഇവിടെ ശകലം ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നു കഴിയുമ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഉണ്ടല്ലോ, അതങ്ങ് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലോട്ട് ഫ്രഷ് ഗ്രീൻ പീസ് ഉണ്ടല്ലോ, ഫ്രോസൺ ഗ്രീൻ പീസ്, അതൊരു കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഇട്ട് നല്ല രീതിയിൽ ഇതിനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതിലോട്ട് ഒരു 1/2 കപ്പും കൂടെ തിളപ്പിച്ച വെള്ളമാണ് അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ ഇതിനെ അടച്ചു കൊടുക്കുക. അടച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം. കോളിഫ്ലവറൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് വെന്ത് വരണമല്ലോ. 10 മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ മുകളിലൊക്കെ ഉണ്ടോ എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞ് നല്ല രീതിയിൽ ഇത് വെന്ത് വന്നിട്ടുണ്ട്. നല്ലതായിട്ട് ഇത് കുറുകി വന്നിട്ടുണ്ട്. ഈ കറി എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് ലൂസുള്ള കറിയല്ല, എന്നാൽ ഒത്തിരി അങ്ങ് കുറുകിയ കറിയല്ല കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. നമുക്കിനി ഇതിലോട്ട് ഒരു ഐറ്റോടെ ചേർത്ത് കൊടുക്കാറുണ്ട് കസ്തൂരി മേത്തി. ഒരു പിടി കസ്തൂരി മേത്തി എടുക്കുക, അത് കയ്യിലോട്ട് വെച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് അങ്ങ് തിരുമിയെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. കസ്തൂരി മേത്തിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് മല്ലിയിലയും കൂടെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു പിടി മല്ലിയില ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ ഇളക്കിയെടുക്കുക. നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞ് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇത് ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചും കൂടി ഇതങ്ങ് കുറുകി വരുവേ. തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ചപ്പാത്തി, അതുപോലെ പൊറോട്ട, പൂരി, അപ്പം എല്ലാത്തിനോടും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ഫ്രൈഡ് റൈസിന് കൂടെ ആണെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറാണ് ഈ കറിക്ക് കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യം എന്തെങ്കിലും നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.